ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആസ് വി ഓൾ നോ 9th എല്ലാ ടെക്സ്റ്റും മാറ്റമുണ്ട് ആൻഡ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പാരഗ്രാഫ് മുതലാണ്. അപ്പോൾ നോക്കാം. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. അങ്ങനെ സ്കൂളിൽ ചെന്നു, അവിടുത്തെ ആ വുമണും മെന്നും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ്, അതായത് ഞങ്ങൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ തുടങ്ങി. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. ഈ ഒരു സമർപ്പണം, സബ്മിഷൻ മീൻസ് സമർപ്പണം എന്നാണ്, അതൊരു തരത്തിൽ ഒരു സംതൃപ്തി നൽകി എന്നും റൈറ്റർ പറയുന്നു. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ അഭിപ്രായത്തിൽ ലിവിങ് ബീയിങ്സ് എന്ന് പറയുന്നത് മറ്റ് ലിവിങ് ബീയിങ്സിനെ എന്ത് ചെയ്യാനുള്ളതാണ്? ആകർഷിക്കാനുള്ളതാണ്. അതായത് ആദ്യത്തെ ദിവസം തന്നെ അവന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹേർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. അതായത് ആ ഒരു ദിവസം ആദ്യത്തെ മൊമെൻറ്റിൽ തന്നെ അവൻ്റെ ഹേർട്ടിൽ കുറച്ച് കൂട്ടുകാർ ഇടം പിടിച്ചു. അതായത് കുറച്ച് ബോയ്സിനെ കണ്ടപ്പോൾ അവരൊക്കെ തൻ്റെ ഫ്രണ്ട്സ് ആയാൽ കൊള്ളാം, അല്ലെങ്കിൽ അവരെയൊക്കെ താൻ ഫ്രണ്ട്സ് ആക്കിയാൽ കൊള്ളാം എന്നുള്ള ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അവന് ഉണ്ടായി. അതുപോലെ തന്നെ ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. അതായത് ചില പെൺകുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് സ്നേഹിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ കൊള്ളാം, സ്നേഹിക്കാൻ എന്ന് ആ ഒരു പയ്യന് തോന്നുന്നുണ്ട്. Then it seemed to me my misgivings had no basis. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്, എൻ്റെ ഈ സംശയങ്ങൾക്കൊന്നും ഒരു ബേസിസും ഇല്ല എന്ന് നമ്മുടെ കുട്ടിക്ക് തോന്നുകയും ചെയ്യുന്നു. I had never imagined school would have this rich variety. We played all sorts of games, swings, the vaulting horse, ball games. In the music room, we chanted our first song. We also had our first introduction to language. We saw a globe of the earth which revolved and showed the various continents and countries. We started learning the numbers. We ate delicious food, took a little nap, and woke up to go on with friends and love, play and learning. അപ്പോൾ ഐ ഹാഡ് നെവർ ഇമാജിൻ, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നേ ഇല്ല അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നേ ഇല്ല, സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. അതായത് അച്ഛൻ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ നേരം സ്കൂളൊരു പണിഷ്മെൻറ്റ് തരുന്ന സ്ഥലമാണെന്ന് വിശ്വസിച്ചിരുന്ന കുട്ടി ഇവിടെ വന്നപ്പോൾ ഈ സ്കൂളിൽ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നവ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. അതായത് സ്കൂളിൽ ധാരാളം ഗെയിംസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? സ്വിങ്സ്, ഊഞ്ഞാലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോൾട്ടിംഗ് ഹോഴ്സ്, അതായത് ഈ ചാടുന്ന കുതിര അല്ലെങ്കിൽ കരണം മറിയുന്ന കുതിര. അതുപോലെ തന്നെ ബോൾ ഗെയിംസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഗെയിംസ് സ്കൂളിലുണ്ടായിരുന്നു. അതുപോലെ ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫേസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ പോയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു പാട്ട് പഠിച്ചു അല്ലെങ്കിൽ പാട്ട് പാടി. വി ഓൾസോ ഹാഡ് അവർ ഫേസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ലാംഗ്വേജ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ഒരു എർത്തിൻ്റെ ഗ്ലോബ് കണ്ടു. വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. ആ ഗ്ലോബിൽ എന്ത് ചെയ്തു? വിച്ച് റിവോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ റിവോൾവ് ചെയ്തിട്ട് വേരിയസ് കോണ്ടിനെൻറ്റ്സിൻ്റെയും കൺട്രീസിൻ്റെയൊക്കെ പൊസിഷൻ കാണുകയും ചെയ്തു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. അതുപോലെ ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി. വി ഏറ്റ് ഡെലീഷ്യസ് ഫുഡ്. ഞങ്ങൾ വളരെ സ്വാദേറിയ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ എ ലിറ്റിൽ നാപ്പ്
ടുക്ക് എ ലിറ്റിൽ നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് മയങ്ങി, ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അതിനുശേഷം വേക്കപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ലവ് പ്ലേ ആൻഡ് ലേണിംഗ്. ഉണർന്നതിന് ശേഷം കൂട്ടുകാരോടൊപ്പം അതുപോലെ തന്നെ അവന് ഇഷ്ടം തോന്നിയ കുട്ടികളോടൊപ്പം അവൻ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിലുണ്ട് എന്ന് ഹി ഹാഡ് നെവർ ഇമാജിൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ധാരാളം വഴികൾ തെളിഞ്ഞു വന്നെങ്കിലും വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. അതായത് ആ ഒരു പാത്തൊന്നും തന്നെ കംപ്ലീറ്റ്ലി സ്വീറ്റോ അല്ലെങ്കിൽ ഒരു ക്ലിയറോ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിരുന്നില്ല എന്നാണ്. ഞങ്ങളുടെ മുന്നിൽ ധാരാളം വഴികൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കണം, ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് സ്കൂൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ എല്ലാം ഓപ്പൺ അപ്പായി. പക്ഷേ അതൊന്നും തന്നെ കംപ്ലീറ്റ്ലി എന്തായിരുന്നില്ല എന്നാണ് പറയുന്നത്, സ്മൂത്ത് ആയിരുന്നില്ല. Dust laden winds and unexpected accidents could happen suddenly. So we had to be watchful and very patient. അപ്പോൾ dust laden winds, പൊടി നിറഞ്ഞ കാറ്റുകളും പ്രതീക്ഷിക്കാതെയുള്ള സംഭവങ്ങളും ഏത് നിമിഷവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി, പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടിയാണ് മുന്നോട്ട് പോയത്. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിഷ് അറൗണ്ട്. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തിനു വേണ്ടി മാത്രമുള്ളതല്ല, കളികളും അല്ലെങ്കിൽ ഫൂളിഷ് അറൗണ്ട്. ഫൂളിഷ് മീൻസ് കറങ്ങി നടക്കുക, വാണ്ടറിങ് ആയിട്ട് അങ്ങൊക്കെ അലഞ്ഞു തഞ്ഞ് നടക്കുക, അത് മാത്രമല്ല സ്കൂളെന്ന് പറയുന്നത് എന്ന് ആ ഒറ്റ ദിവസം കൊണ്ട് കുട്ടികൾക്കെല്ലാം മനസ്സിലാവുകയാണ് ചെയ്തത്. റിവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്. അപ്പോൾ കുട്ടികളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മത്സരങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. ആ വഴക്കിൽ അവർക്ക് ശത്രുതയുണ്ടാകും, വെറുപ്പുണ്ടാകും, ചെറിയ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ സ്കൂളിൽ സംഭവിക്കും. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. അപ്പോൾ ഒരു വുമൺ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവർ ചില സമയം അവരുടെ മുഖം എങ്ങനെയായിരിക്കും, ഭയങ്കര സ്മൈൽ, മീൻസ് നല്ല സ്വീറ്റായിട്ട് ചിരിച്ചിട്ടായിരിക്കും കാണുക. എന്നാൽ ഷീ വുഡ് ഓഫൻ സ്കൗൾ ആൻഡ് സ്കോൾഡ്. മിക്കപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും അവരെങ്ങനെയായിരിക്കും, ദേഷ്യപ്പെടും, അതുപോലെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. കുട്ടികളെങ്ങനെയാണ്, കുട്ടികൾ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ചിരി മാറ്റിയിട്ട് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും, ഫിസിക്കൽ പണിഷ്മെൻറ്റ് വരെ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദി ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. അങ്ങനെ ആ ദിവസം അവസാനിച്ചു, സ്കൂള് വിടാറായി, ബെല്ലൊക്കെ അടിച്ചു. ദ ത്രോൺസ് ഓഫ് ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് ദ ഗേറ്റ് വിച്ച് വാസ് ഓപ്പൺ എഗെയിൻ. അപ്പോൾ അവിടെ ഗേറ്റ് തുറന്നു. അപ്പോൾ കുട്ടികളുടെ ഒരു കൂട്ടം തന്നെ, കുട്ടികൾ ത്രോങ്സ് എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കുമാണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആ ഗേറ്റിനടുത്തേക്ക് റഷ് ചെയ്ത് എരച്ചുകൊണ്ട് പോയി. ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. അപ്പോൾ ആ ഗേറ്റിലൂടെ കടന്നു പോകുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ എൻ്റെ സ്വീറ്റ് ഹാർട്ട്സിനോടും, എനിക്കിഷ്ടം തോന്നിയ പെൺകുട്ടികളോടും ഒക്കെ തന്നെ ഞാൻ യാത്ര പറയുകയും ചെയ്തു. I peered around but found no trace of my father who had promised to be there. അപ്പോൾ ഐ പിയേർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. അപ്പോൾ അച്ഛൻ രാവിലെ പറഞ്ഞത് സ്കൂള് വിട്ട് വരുമ്പോൾ അച്ഛൻ എവിടെ ഉണ്ടാവും, മോനെ കാത്ത് ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ ചുറ്റും നോക്കിയിട്ടും അച്ഛനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദെയർ, ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാണ്, എനിക്ക് വാക്ക് തന്നതാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. I stepped aside to wait when I had waited for a long time without avail. I decided to return home on my own. അപ്പോൾ ഞാൻ കുറച്ച് നേരം അകത്ത് തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്തെങ്കിലും എന്തുണ്ടായില്ല, അതിനൊരു ഫലമുണ്ടായില്ല.
അങ്ങനെ ഞാൻ തീരുമാനിക്കുന്നു. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. എങ്ങനെ പോവാം, തന്നെ വീട്ടിലോട്ട് പോവാം, ഇനിയിപ്പോൾ അച്ഛൻ വരില്ലായിരിക്കും എന്നുള്ളൊരു ഡിസിഷനോട് കൂടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാമെന്നവൻ തീരുമാനിക്കുന്നു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വയസ്കനായ ഒരു ആൾ അതുവഴി കടന്നു വന്നു. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. അപ്പം ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അയാളെ നേരത്തെ അറിയാം. ആ മിഡിൽ ഏജ്ഡ് മാനെ ഞാൻ ഓൾറെഡി എനിക്ക് പരിചയമുള്ളതാണ് എന്നവന് മനസ്സിലായി. ഹി കെയിം ടുവേർഡ് മീ സ്മൈലിംഗ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഷൂക്ക് മീ ബൈ ദ ഹാൻഡ്. അപ്പോൾ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലോ, സുഖാണോ, ഹൗ ആർ യു എന്ന് ചോദിച്ചു. കുറേ നാളായല്ലോ കണ്ടിട്ട് നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ ചോദിച്ചു. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ എഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്, ആൻഡ് യു, ഹൗ ആർ യു? അപ്പോൾ ഞാൻ തല കുലുക്കിയിട്ട്, അതായത് എഗ്രി ചെയ്യുന്നത് പോലെ തല കുലുക്കി. ദാറ്റ് മീൻസ് ഐ ആം ഓക്കെ, ഐ ആം ഹാപ്പി എന്നുള്ള, ഐ ആം ഫൈൻ എന്നുള്ള മീനിങ്ങോടുകൂടി തല കുലുക്കിയിട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഹൗ ആർ യു? തിരിച്ച് അതേ ചോദ്യം അയാളോട് ആ കുട്ടി ചോദിക്കുന്നു, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. അപ്പോൾ നിന്നെ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ, നിനക്ക് കാണാൻ പറ്റുന്നത് പോലെ വലിയ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് നന്ദി എന്ന് പറയുകയും ചെയ്തു. Again he shook me by the hand and went off. അപ്പോൾ അദ്ദേഹം വീണ്ടും അവൻ്റെ കൈ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. I proceeded a few steps then came to a startled halt. പിന്നെയും ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. എന്നിട്ട് എന്തോ കണ്ടിട്ട് ഷോക്കായിട്ട് ഹോൾട്ട് മീൻസ് നടത്തം നിർത്തി. ഗുഡ് ലോഡ്, ദൈവമേ, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അപ്പോൾ ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും ധാരാളം പൂക്കളും ചെടികളും ക്രോപ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു? അതൊക്കെ എവിടെ മാഞ്ഞു പോയി? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്? എപ്പോഴാണ് ഈ വെഹിക്കിൾസൊക്കെ, എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ കാണുന്ന ഈ വെഹിക്കിൾസൊക്കെ ഇവിടേക്ക് കടന്നു കയറിയത്? And when did all these hordes of humanity come to live upon its surface? അപ്പോൾ അവൻ്റെ മുന്നിൽ ധാരാളം ആൾക്കാരെ കാണുന്നുണ്ട്. ഈ സമയത്ത് ഈ ആൾക്കാരൊക്കെ ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി മീൻസ് വാണ്ടറിങ് പീപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ തന്നെയും എപ്പോഴാണ് ഈ ഉപരിതലത്തിൽ താമസം തുടങ്ങിയത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്? ഈ സ്ട്രീറ്റിൻ്റെ സൈഡുകളിലൊക്കെ തന്നെയും എങ്ങനെയാണ് ഇത്രയും മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞത്? ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡഡ് ഇറ്റ്? ഇവിടെ അതിരുകളായിരുന്ന പാടങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ തൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ രാവിലെ സ്കൂളിലേക്ക് പോയി മടങ്ങി വന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. സ്കൂളിലേക്ക് പോയപ്പം ഉള്ള കാഴ്ചകളല്ല മടങ്ങി വരുമ്പോൾ കാണുന്നത്. High buildings had taken over the street, surged with children and disturbing noises shook the air. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്? ഹൈ ബിൽഡിങ്സ്, ഒരുപാട് നിലകളുള്ള കെട്ടിടങ്ങൾ, ഹാഡ് ടേക്കൺ ഓവർ, അവിടെ എല്ലാം ഉണ്ട്. ആൻഡ് ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ, ആ സ്ട്രീറ്റിലൊക്കെ തന്നെയും ഇളക്കി മറിച്ചുകൊണ്ട് ധാരാളം കുട്ടികളുണ്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷൂക്ക് ദ എയർ, ഈ വായുവിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന ശബ്ദങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. ദെൻ ദെയർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. മറ്റൊരു കാഴ്ച ആ സ്ട്രീറ്റിൽ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു റോഡിൽ കാണാൻ പറ്റുന്നത്, അവിടെ ഒരു ബാൻഡ്, ഒരു സർക്കസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരികയാണ്.
വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അതായത് ഈ ബാൻഡിൻ്റെ മുന്നിലായിട്ട് കുറച്ച് ക്ലൗൺസ്, ദറ്റ് മീൻസ് കുറച്ച് ജോക്കേഴ്സ്, അതുപോലെ തന്നെ സർക്കസിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് വെയ്റ്റ് ലിഫ്റ്റേഴ്സും അതിൻ്റെ മുന്നിലായിട്ട് നടന്നു പോകുന്നുണ്ട്. A line of trucks carrying central security troops crawled majestically by. അതുപോലെ ഇതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ട്രക്കുകൾ വരുന്നുണ്ട്. ആ ട്രക്കുകളുടെ അകത്ത് ഇവരുടെ ആ ഒരു സെക്യൂരിറ്റി ട്രൂപ്സ്, അതായത് ഇവർക്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മറ്റ് അംഗങ്ങളും ഒക്കെ തന്നെ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് ആ വണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. വളരെ മജസ്റ്റിക്കലി എന്നാണ് പറഞ്ഞേക്കുന്നത്, വളരെ പ്രൗഢിയോടുകൂടി. അപ്പോൾ ഇത്രയുള്ളടാ ഒരു സർക്കസ് അനൗൺസ് ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഒരു ബാൻഡ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറച്ച് ജോക്കേഴ്സും കുറച്ച് വെയ്റ്റ് ലിഫ്റ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പുറകിലായിട്ട് ട്രക്സ് വരുന്നുണ്ട്. ഈ ട്രക്സിൽ അവരുടെ ട്രൂപ്സിൻ്റെ കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. അത് പതിയെ പതിയെ വളരെ പ്രൗഢിയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആ റോഡിലൂടെ കടന്ന് പോകുന്നുണ്ട്. ദെൻ മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണ്. The siren of a fire engine shrieked and it was not clear how the vehicle would clean its way to reach the blazing fire. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റർ കാണുന്നത്, ഒരു ഫയർ എഞ്ചിൻ്റെ സൈറനാണ്. അത് കൂകി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ. നമുക്ക് ഒരിക്കലും ഇതെങ്ങനെ ഈ റോഡ് മുറിച്ച് കടക്കും എന്ന് മനസ്സിലാവുന്നില്ല. ആ റോഡ് മുറിച്ച് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ തിക്കും തിരക്കിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ഫയർ കൺസ്യൂം ചെയ്യുന്നത് എന്താണോ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തിരക്കിനിടയിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ മറ്റൊരു കാഴ്ച, എ ബാറ്റിൽ റാഗ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. അവിടെ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്, രണ്ട് ആൾക്കാർ തമ്മിൽ വഴക്ക് നടക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധം നടക്കുകയാണ്. ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ, ഒരു ടാക്സി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ പാസഞ്ചറുമായിട്ട് ഒരു തർക്കം നടക്കുന്നു. While the passenger's wife called out for help and no one answered. ഈ സമയത്ത് പാസഞ്ചറുടെ ഭാര്യ സഹായത്തിന് വേണ്ടിയിട്ട് ആൾക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ആരും സഹായത്തിന് വരുന്നില്ല, ആരും മറുപടി നൽകുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്. അപ്പോൾ നമ്മളുടെ കുട്ടി പറയാണ്, ദൈവമേ ഞാൻ പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും? മൈ ഹെഡ് സ്പൺ, എനിക്ക് തല ചുറ്റുന്നുണ്ട്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി. ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ, ഒരു ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാൻ. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. അതായത് ഒരു അര ദിവസം കൊണ്ട് ഈ മാറ്റം എങ്ങനെ ഉണ്ടായി? ആൻഡ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗിൽ അവൻ സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു അവൻ്റെ മുന്നിലുള്ള കാഴ്ച. പക്ഷേ വൈകുന്നേരം ഒരു സൺസെറ്റിനിടയിൽ ഇതെന്ത് മാറ്റമാണ് ഈ ഭൂമിയിൽ നടന്നത്? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു? വീട്ടിൽ പോയിട്ട് അച്ഛനോട് തന്നെ ചോദിക്കാം എന്താ ഇപ്പോൾ ഇത്രയും വലിയൊരു മാറ്റമുണ്ടായതിന് കാരണമെന്ന്. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷേ എൻ്റെ വീട് എവിടെയാ? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോട്ട്സ് ഓഫ് പീപ്പിൾ. എനിക്കിപ്പോൾ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളും കുറേ ആൾക്കാരുടെ കൂട്ടം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ വീട്ടിൽ പോകണം, എവിടെയാണ് എൻ്റെ വീട് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നും ആ കുട്ടി പറയുന്നു. I hastened on to the crossroads between the gardens and Abukoda. അപ്പം ഞാൻ വേഗത്തിൽ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗാർഡൻ്റെയും അബുഖോഡയുടെയും ഇടയിലുള്ള ഒരു ക്രോസ് റോഡ് കടന്ന് വേണം എനിക്ക് എവിടെ എത്താൻ? എൻ്റെ വീട്ടിലെത്താൻ. ഐ ഹാഡ് ടു ക്രോസ് അബുഖോഡ ടു റീച്ച് മൈ ഹൗസ്. അപ്പോൾ അബുഖോഡ എന്ന് പറയുന്ന സ്ട്രീറ്റ് കെയ്റോയിലെ ഒരു സ്ട്രീറ്റാണ്. അത് കടന്ന് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട്. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ ഈ ഇത്രയും കാറുകളുടെ ഈ നിര കാരണം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. The fire engine siren was shrieking at full pitch as it moved at a snail's pace. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫയർ എഞ്ചിൻ, അതിൻ്റെ സൗണ്ട് ഇപ്പോഴും നല്ല പിച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഒച്ചയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? വളരെ ഒച്ചഴയുന്ന പോലെ ആണ് ആ തിരക്കിനുള്ള ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ പറയാണ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അതായത് ആ ഫയറിനെ എന്താണോ ആ ഫയർ എന്തിനെയാണോ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും സന്തോഷത്തോടു കൂടി അത് എന്ത് ചെയ്യട്ടെ, അത് കൺസ്യൂം ചെയ്ത് തീരട്ടെ. അല്ലാതെ ഈ തിരക്കിനിടയിൽ അത് അവിടെ ആ ഒരു സ്ഥലത്തെത്തി തീ അണയ്ക്കുമെന്ന് നമ്മുടെ റൈറ്ററിന് തോന്നുന്നില്ല. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഞാൻ കംപ്ലീറ്റ്ലി എന്തായി, അസ്വസ്ഥനായി. ആൻഡ് ഐ വണ്ടേർഡ്, ഞാൻ ആശ്ചര്യപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്, ഇനി എപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ റോഡ് ക്രോസ് ചെയ്യുന്നത്, എനിക്ക് എപ്പോഴാണ് അതിന് കഴിയുക. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ തന്നെ ഒരുപാട് നേരം നിന്നു. അങ്ങ് അകലെയായിട്ടൊരു കോർണറിൽ ഒരു അയണിങ് ഷോപ്പുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആ യങ് ബോയ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. He stretched out his arm and said gallantly, "Grandpa, let me take you cross." അതായത് ആ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് എന്നോട് വളരെ ധൈര്യത്തോടു കൂടി പറയാണ്, ഗ്രാൻഡ്പ, ഈ റോഡ് ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പുറത്ത് പോകാൻ ഞാൻ അങ്ങേ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ അറ്റ് ദ എൻഡ് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതൊരു കുട്ടിയായിരുന്നില്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു ഗ്രാൻഡ് ആയിട്ട് മാറിയത് എന്ന്. ഇതൊരു അലിഗറിയാണ്. ദാറ്റ് മീൻസ് ഒരു സ്റ്റോറിയുടെ പകുതി വരെ നമ്മൾ ഒരു ബോയിനെയാണ് കണ്ടത്. വളരെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന അച്ഛനോടും അമ്മയോടും ഇൻറ്റിമേറ്റായിട്ട് ആ ഒരു ഇൻറ്റിമസിയിൽ ജീവിച്ചിരുന്ന, എന്തിനും പരിഹാരം അവർ കണ്ടെത്തി തന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച കുട്ടി. അവൻ ഒരു ഓൾഡ് ഏജിലേക്ക് വന്നപ്പോഴത്തേനും അവൻ്റെ മുന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, അവൻ ജീവിച്ചിരുന്ന ആ ഒരു ചുറ്റുപാടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കാലത്തിൻ്റെ മാറ്റമാണ്, ലൈഫിന് ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ 2 അറ്റ്മോസ്ഫിയറിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇത് അലിഗറിയാണ്.